ജീവിതത്തിൽ ഉറങ്ങുന്ന അവസ്ഥയാണോ മുന്നോട്ട് പോകുന്നത്? ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കുടുംബം ഉറങ്ങിക്കിടക്കുകയാണോ? നമ്മുടെ ജീവിതാവസ്ഥകൾ ഉറങ്ങിക്കിടക്കുകയാണോ? എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നിങ്ങൾ ജീവിതം നയിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. എന്താണ് ഇനി മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കണമെന്നറിയില്ല. എന്നാൽ ഹല്ലേലൂയ, പത്രോസ് കിടന്നുറങ്ങിയപ്പോൾ സഭ ശ്രദ്ധയോടെ ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ഒരു കണ്ണ് തുറപ്പ് ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനകൾ മറഞ്ഞു പോയിരിക്കുകയാണ്. പ്രാർത്ഥനകൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയിലായിരിക്കാം. ഹല്ലേലൂയ, നമ്മുടെ ജോലിക്കെതിരെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കും. ഇതൊക്കെ മാറുവാൻ ഹല്ലേലൂയ നമ്മൾ കിടന്നുറങ്ങുകയല്ല വേണ്ടത്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്ക് ഉറക്കങ്ങൾ വരാം, ക്ഷീണങ്ങൾ വരാം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ഹല്ലേലൂയ, വിഷമിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മുടെ അവസ്ഥകളെ അറിയുന്നു, നമ്മുടെ ഭാരങ്ങളെ അറിയും, പ്രയാസങ്ങളെ അറിയുന്നു. വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാകുന്ന ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. ഹല്ലേലൂയ, ലാസറിൻ്റെ സഹോദരികളാണ് മാർത്തയും മറിയയും. ഹല്ലേലൂയ, മാർത്ത വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. എന്നാൽ മറിയയോ നല്ല അംശം തിരഞ്ഞെടുക്കും. ദൈവത്തിൻ്റെ കാൽക്കലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണ്. ഇപ്പോൾ കൽക്കാലം നല്ല അംശം തിരഞ്ഞെടുത്താട്ടെ. പ്രാർത്ഥന എന്ന നല്ല അംശം. പല ചിന്തകളല്ല, പല ഭാരങ്ങളല്ല, പ്രയാസങ്ങളല്ല, പ്രാർത്ഥിക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ നിങ്ങൾ വിരിച്ച് അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങുമ്പോൾ വചനം പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഹല്ലേലൂയ, ഹൃദയം നുറുക്കത്തോടെ മനസ്സ് തകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ ആ പായിൽ അല്ലെ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ പോയി ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാതിൽ പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങി ഭാരപ്പെട്ട് തൊട്ട് അടുത്തിരിക്കുന്ന ആളുകൾക്ക് പോലും നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ അറിയില്ല, ഹൃദയത്തിൽ എന്താ ചിന്തിക്കുന്നത് പോലും അറിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹൃദയം നുറുങ്ങിയിരിക്കുകയാണോ? അല്ലെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ സമീപസ്ഥനാകും, ഞാൻ നിൻ്റെ അടുക്കൽ വരും. നിൻ്റെ അകലെയല്ല പോകുന്നത്. ഹൃദയത്തോടെ നുറുക്കത്തോടെ ഭാരത്തോടെ ഹല്ലേലൂയ ഹൃദയത്തിൽ ഹല്ലേലൂയ വളരെ ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിൻ്റെ സമീപത്ത് വരും. ആരും നിൻ്റെ സമീപത്ത് വരാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ ആരും നിൻ്റെ അടുക്കിലേക്ക് വരാതിരിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരും. അല്ലെങ്കിൽ ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. രക്ഷയില്ലാതെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്ന പോലുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ രക്ഷിക്കും, ഞാൻ